ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിനു വേണ്ടി വിശ്വാസികളെ ഒരുക്കുവാനും അവരെ ആ വിശ്വാസത്തിൽ നിലനിർത്തുവാനും വേണ്ടി ഷെക്കീന അമേരിക്കാസ് ഒരുക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ വിരുന്നിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഈ വിശ്വാസ വിരുന്നിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഇസ്രായേൽ ജനം പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയി ശത്രുക്കളിൽ നിന്ന് വംശനാശ ഭീഷണി നേരിടേണ്ടി വന്ന പല സന്ദർഭങ്ങളിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഉറച്ചു നിന്ന ദൈവഭക്തരായ, ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ അനേകം പല സ്ത്രീകളിലൂടെ ദൈവം അവരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള രണ്ട് സ്ത്രീകളിലാണ് യൂദിത്തും എസ്തേറും. ഹോളോഫെർണസിന്റെ ആക്രമണത്തിൽ നിന്ന് യൂദായിലെ ജനത്തെ യൂദിത്ത് എങ്ങനെയാണ് രക്ഷിച്ചതെന്ന് ഇതിനു മുമ്പുള്ള മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് നാം കാണുന്നത് എസ്തേർ എങ്ങനെയാണ് യഹൂദ ജനത്തെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നത് എന്നാണ്. പേർഷ്യയിൽ കഴിഞ്ഞിരുന്ന യഹൂദ ജനം വലിയ ഒരു വംശനാശ ഭീഷണിയെ നേരിടേണ്ടി വന്നപ്പോഴ് എസ്തേറിലൂടെ ദൈവം വിസ്മയകരമായ വിധം അവരെ രക്ഷിക്കുന്ന കഥയാണ് എസ്തേറിന്റെ പുസ്തകത്തില് നാം വായിക്കുന്നത്. ഒരു രാജാവിന് വേണ്ടി നിലവിളി കൂട്ടിയ ഇസ്രായേൽ ജനം ഈ രാജാക്കന്മാരിലൂടെ തന്നെ പ്രവാസികളായി ശത്രു രാജ്യത്തേക്ക് നാട് കടത്തപ്പെടുന്നതായി നാം കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ അവിശ്വസ്തതയും വിഗ്രഹാരാധനയുമാണ് അവരെ പ്രവാസികളായി ശത്രു രാജ്യത്തേക്ക് അയച്ച ഒരു പ്രധാന കാരണം. എന്നാൽ പ്രവാസികളായി കഴിഞ്ഞ ആ രാജ്യത്തും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയും അവിടുത്തെ നിയമങ്ങൾ അനുസരിച്ചും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടുത്തെ മാർഗത്തിൽ ചരിച്ച പല പ്രവാസികളായ യഹൂദരും അവിടുത്തെ രാജാക്കന്മാരുടെയും ഭരണാധികാരികളുടെയും പ്രീതിക്ക് പാത്രമാവുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. രാജാക്കന്മാർ അവരെ ഭരണകാര്യങ്ങളിൽ ഉന്നത സ്ഥാനം നൽകി അവരെ ആ നാടിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്നതായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിക്കുന്നുണ്ട്. ജ്ഞാനത്തിലും ബുദ്ധിയിലും മറ്റു ജനങ്ങളെക്കാൾ പ്രബുദ്ധരായിരുന്ന യഹൂദരെ ദൈവം ആ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവിടുത്തെ ഭരണാധികാരികളുടെ ആദരവും ബഹുമാനവും പിടിച്ചുപറ്റാൻ ഇടയാക്കുന്നത് ബൈബിളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു പ്രവാസിയായിരുന്നു മൊർദെഖായി. പേർഷ്യ രാജാവായ അഹശ്വേരോസ് രാജാങ്കണത്തിലെ രാജകൊട്ടാരത്തിലെ വിചാരിപ്പുകാരനായിരുന്നു മൊർദെഖായി. മൊർദെഖായിയുടെ പിതൃ സഹോദരന്റെ മകളും വളർത്തുപുത്രിയുമായിരുന്നു എസ്തേർ. അഹശ്വേരോസ് രാജാവ് തന്റെ 3ാം ഭരണവർഷം വലിയ ഒരു വിരുന്ന് സൽക്കാരം നടത്തി. രാജ്യത്തിലെ എല്ലാ പ്രവിശ്യകളിലെ രാജാക്കന്മാർക്കും സേനാധിപന്മാർക്കും പ്രഭുക്കന്മാർക്കും എല്ലാം വലിയൊരു വിരുന്ന് നടത്തി രാജാവ് തൻ്റെ മഹത്വവും പ്രൗഢിയും എല്ലാം അവർക്ക് തൻ്റെ അതിഥികൾക്ക് കാണിച്ചു കൊടുത്തു. ചെറിയവരും വലിയവരുമായ സൂസ നഗരത്തിലെ എല്ലാവർക്കും 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വിരുന്ന് രാജകൊട്ടാരത്തിൽ രാജാവ് ഒരുക്കി എല്ലാരെയും വിരുന്ന് സൽക്കാരം രാജാവ് നടത്തി. വിരുന്നിനിടയിൽ രാജാവ് സന്തുഷ്ടനായപ്പോൾ രാജ്ഞിയുടെ സൗന്ദര്യം തൻ്റെ അതിഥികൾക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി രാജ്ഞിയെ രാജകീയ വസ്ത്രങ്ങൾ ധരിപ്പിച്ച് വിരുന്ന് സൽക്കാരത്തിലേക്ക് വേദിയിലേക്ക് ആനയിക്കുവാൻ രാജസേവകന്മാരോട് രാജാവ് കൽപ്പിച്ചു. എന്നാൽ രാജാവിന്റെ കൽപ്പന അനുസരിക്കാതെ രാജ്ഞി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുവാൻ വിസമ്മതിച്ചു. ഇത് രാജാവിനെ കോപാകുലനാക്കി. ജ്ഞാനികളും പ്രബുദ്ധരുമായ 7 പേരോട് രാജാവ് രാജകൽപ്പന ലംഘിച്ച രാജ്ഞിയോട് നിയമം അനുസരിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശം ആരാഞ്ഞു. ജ്ഞാനികൾ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു:
രാജ്ഞി രാജാവിനോട് മാത്രമല്ല തെറ്റ് ചെയ്ത്, രാജ്യത്തിലെ സകല ജനങ്ങളോടുമാണ് രാജ്ഞി തെറ്റ് ചെയ്ത്. രാജ്ഞി ചെയ്ത ഈ കാര്യം രാജാവിന്റെ എല്ലാ സ്ത്രീകളും അറിയുകയും ഭർത്താക്കന്മാരോട് അവജ്ഞയോടെ പെരുമാറുവാൻ ഇത് അവർക്ക് പ്രേരണ നൽകുകയും ചെയ്തു. അതുകൊണ്ട് രാജ്ഞി പദം അവളേക്കാൾ ശ്രേഷ്ഠയായ ഒരുവൾക്ക് നൽകണമെന്ന് ജ്ഞാനികളും പ്രമുഖന്മാരും രാജാവിനെ ഉപദേശിച്ചു. രാജാവിന് ഈ ഉപദേശം സ്വീകാര്യമായി തോന്നി. സുന്ദരികളായ യുവകന്യകമാരെ രാജാവിന് വേണ്ടി അന്വേഷിക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ചു. ഈ രാജകൽപ്പന അറിഞ്ഞ മൊർദെഖായി എസ്തേറിനെ രാജസന്നിധിയിലേക്ക് ആനയിക്കുകയും രാജാവ് അവളിൽ സംപ്രീതനാവുകയും ചെയ്തു. അങ്ങനെ എസ്തേർ രാജ്ഞിയായി ഉയർത്തപ്പെട്ടു. എന്നാൽ എസ്തേറിന്റെ വംശവും കുലവും രാജസന്നിധിയിൽ വെളിപ്പെടുത്തരുതെന്ന് മൊർദെഖായി നിർദ്ദേശിച്ചിരുന്നു. മൊർദെഖായിയുടെ ഈ ആവശ്യമനുസരിച്ച് എസ്തേർ താൻ യഹൂദ വംശത്തിൽ പിറന്ന ആളാണെന്നുള്ള കാര്യം രാജസന്നിധിയിൽ നിന്ന് മറച്ചുവെച്ചു. രാജാവിന്റെ അങ്കണത്തിൽ കാവൽ നിന്നിരുന്ന 2 കാവൽ ഭടന്മാർ രാജാവിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തുന്നതായി മൊർദെഖായിക്ക് അറിവ് കിട്ടി. എസ്തേർ രാജ്ഞിയിലൂടെ മൊർദെഖായി ഈ വിവരം രാജാവിനെ അറിയിക്കുകയും രാജാവ് ഈ 2 കാവൽ ഭടന്മാരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലിൽ അവർ കുറ്റം സമ്മതിക്കുകയും രാജാവ് അവരെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ രാജസന്നിധിയിൽ ഉന്നത സ്ഥാനീയനായിരുന്ന ഹാമാന് മൊർദെഖായിയോട് വലിയ അമർഷവും വിരോധവും തോന്നി. മൊർദെഖായിയെ നശിപ്പിക്കാൻ ഹാമാൻ ഒരവസരം പാർത്തിരുന്നു. രാജാവ് ഹാമാനെ എല്ലാവരും കുമ്പിട്ട് വണങ്ങണമെന്ന് ഒരു രാജകൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാ രാജസേവകന്മാരും ഹാമാന്റെ മുമ്പിൽ മുട്ടുമടക്കുകയും കുമ്പിട്ട് അവനെ വണങ്ങുകയും ചെയ്തു പോന്നു. എന്നാൽ മൊർദെഖായി ഹാമാനെ വണങ്ങുകയോ അവന്റെ മുമ്പിൽ മുട്ടുമടക്കുകയോ ചെയ്തില്ല. ഇത് ഹാമാനെ വീണ്ടും ക്രോധനാക്കി. മൊർദെഖായിയെ നശിപ്പിക്കുവാൻ അവസരം പാർത്തിരുന്ന ഹാമാന് ഇത് നല്ല ഒരു അവസരമായി മാറി. മൊർദെഖായിയെ മാത്രമല്ല, അവരുടെ യഹൂദ വംശത്തെ മുഴുവൻ സമൂലം നശിപ്പിക്കുവാൻ ഹാമാൻ ഒരു പദ്ധതി ആവിഷ്കരിച്ചു. മൊർദെഖായിക്കെതിരെ, യഹൂദ വംശർക്കെതിരെ ഹാമാൻ രാജസന്നിധിയിൽ പരാതി നൽകി. ഹാമാൻ രാജാവിനോട് ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ ഈ രാജ്യത്ത് പല പ്രവിശ്യകളിലായി അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ഒരു പ്രത്യേക ജനവിഭാഗമുണ്ട്. അവരുടെ നിയമങ്ങൾ മറ്റ് നിയമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ രാജാവിന്റെ കൽപ്പനകൾ അനുസരിക്കുന്നില്ല. അവർക്ക് അവരുടേതായ നിയമങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. അവരെ രാജാവിന്റെ പ്രവിശ്യകളിൽ വച്ചു പുലർത്തുന്നത് രാജാവിന് നല്ലതല്ല. രാജാവിന് ഇഷ്ടമാണെങ്കിൽ അവരെ നശിപ്പിക്കുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിക്കണമെന്ന് ഹാമാൻ രാജാവിനോട് ആവശ്യപ്പെട്ടു. യഹൂദരെ നശിപ്പിക്കുവാനുള്ള കൽപ്പന പുറപ്പെടുവിക്കുവാൻ രാജാവ് ഹാമാന് അനുവാദം കൊടുത്തു. രാജാവിന്റെ ഒരു എഴുത്തുകാരനെ വിളിച്ചു വരുത്തി ഒരു രാജശാസനം ഹാമാൻ എഴുതിയുണ്ടാക്കി. സകല യഹൂദരെയും, വൃദ്ധന്മാരെയും, യുവാക്കളെയും, സ്ത്രീകളെയും, കുട്ടികളെയും എല്ലാവരെയും 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി നിശേഷം നശിപ്പിക്കുവാനായിട്ട്, അവരെ സമൂലം നശിപ്പിക്കുവാനായിട്ട് ഒരു നിയമം, ഒരു രാജകൽപ്പന എഴുതിയുണ്ടാക്കി ഹാമാൻ രാജ്യത്തിലെ എല്ലാ പ്രവിശ്യകളിലെയും നാടുവാഴികൾക്കും പ്രഭുക്കന്മാർക്കും, ഓരോ ജനതയുടെ പ്രഭുക്കന്മാർക്കും അവരവരുടേതായ ലിപികളിൽ കൽപ്പന എഴുതിയുണ്ടാക്കി രാജസേവകന്മാർ വഴി എല്ലായിടത്തും കൽപ്പന രാജസേവകന്മാർ വഴി എഴുതി അയച്ചു. ഈ വിളംബരം അറിഞ്ഞ മൊർദെഖായി ചാക്കുടുത്ത്, ചാരം പൂശി, വസ്ത്രങ്ങൾ വലിച്ചു കീറി ദൈവസന്നിധിയിൽ നിലവിളിച്ചു. രാജവിളംബരം അറിഞ്ഞ സൂസായിലെ എല്ലാ യഹൂദരും ചാക്കുടുത്ത് ചാരത്തിൽ കിടന്നു. അവർ ദൈവസന്നിധിയിൽ കർത്താവിന്റെ അടുത്ത് നിലവിളിച്ചു. എസ്തേറും രാജസേവകന്മാരിലൂടെ രാജാവിന്റെ ഈ വിളംബരത്തെക്കുറിച്ച് അറിയാനിടയായി. എന്ത് ചെയ്യണമെന്നറിയാതെ എസ്തേർ വിഷമിച്ചു.
മെർദോക്കായി രാജാവിന്റെ കൽപ്പനയുടെ ഒരു പകർപ്പുണ്ടാക്കി രാജസേവകന്മാർ വഴി എസ്തേറിന്റെ കയ്യിൽ എത്തിച്ചു കൊടുത്തു. മെർദോക്കായി ഇങ്ങനെ പറഞ്ഞു: കർത്താവിനോട് പ്രാർത്ഥിക്കുകയും രാജാവിനോട് അപേക്ഷിച്ച് ഞങ്ങളെ ഈ വലിയ മരണത്തിൽ നിന്ന് യഹൂദ വംശത്തെ രക്ഷിക്കുകയും ചെയ്യണമെന്ന് മെർദോക്കായി എസ്തേറിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ എസ്തേർ രാജാവിന്റെ സന്നിധിയില് രാജാവിന്റെ അനുവാദമില്ലാതെ കടന്നു ചെല്ലുവാനുള്ള തന്റെ പരിമിതിയെക്കുറിച്ച് മെർദോക്കായിയെ അറിയിച്ചു. മെർദോക്കായി അപ്പോൾ ഇങ്ങനെ പറഞ്ഞു: നീ രാജകൊട്ടാരത്തിൽ മറ്റു യഹൂദരേക്കാൾ കൂടുതൽ അല്പമെങ്കിലും കൂടുതലായി സുരക്ഷിതയായിരിക്കുമെന്ന് കരുതേണ്ട. ഇങ്ങനെയൊരു അവസരത്തിൽ നീ മൗനം പാലിച്ചാൽ യഹൂദർക്ക് മറ്റൊരിടത്ത് നിന്ന് മോചനവും ആശ്വാസവും ലഭിക്കും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയൊരു കാലത്തിലേക്കല്ല നീ രാജ്ഞീപദത്തിൽ ദൈവം നിന്നെ അവരോധിച്ചിരിക്കുന്നതെന്ന് ആർക്കറിയാം. ഇത് കേട്ടപ്പോൾ എസ്തേർ മർദോക്കായിയോട് ഇങ്ങനെ പറഞ്ഞു: സൂസായിലുള്ള എല്ലാ യഹൂദരോടും 3 ദിവസം 3 രാവും 3 പകലും ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യരുതെന്ന് ആവശ്യപ്പെടാൻ മർദോക്കായിയോട് പറഞ്ഞു. എസ്തേറിന്റെ ആവശ്യം മർദോക്കായി സൂസായിലുള്ള എല്ലാ യഹൂദരെയും അറിയിച്ചു. എല്ലാവരും 3 ദിവസം ഉപവസിച്ച് 3 രാവും 3 പകലും ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്യാതെ ഉപവസിച്ച് ചാരം പൂശി ചാരത്തിൽ കിടന്ന് പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ കരഞ്ഞ് നിലവിളിച്ചു. എസ്തേറും തോഴിമാരും 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു: കർത്താവെ, അങ്ങല്ലാതെ മറ്റൊരു തുണയില്ലാത്ത ഏകയായ എന്നെ സഹായിക്കണമേ. എല്ലാത്തിനെയും ഭരിക്കുന്ന ദൈവമേ, ആശയറ്റവരുടെ ശബ്ദം കേൾക്കണമേ. ശത്രു തിന്മ ചെയ്യുന്നവരുടെ കരങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്നെ ഭയത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. 3-ാം ദിവസം എസ്തേർ രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് രാജാവിന്റെ സന്നിധിയിൽ രാജാങ്കണത്തിൽ ചെന്നു നിന്നു. രാജാവ് എസ്തേറിനെ കണ്ടു. തന്റെ കയ്യിലിരുന്ന സ്വർണ്ണ ചെങ്കോൽ എസ്തേറിന്റെ നേരെ നീട്ടി. രാജാവ് എസ്തേറിൽ സംപ്രീതനായി രാജസന്നിധിയിലേക്ക് എസ്തേർ ആനയിക്കപ്പെട്ടു. രാജാവ് തന്റെ സിംഹാസനത്തിൽ നിന്ന് എണീറ്റിട്ട് എസ്തേറിനോട് ചോദിച്ചു: ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താണ് നിന്റെ ആവശ്യം? എസ്തേർ രാജാവിനും ഹാമാനും വേണ്ടി വലിയ ഒരു വിരുന്നൊരുക്കി. വിരുന്ന് സൽക്കാരത്തിനിടയിൽ വീഞ്ഞു കുടിക്കുന്നതിനിടെ രാജാവ് എസ്തേറിനോട് ചോദിച്ചു: ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താണ് നിന്റെ ആവശ്യം? രാജ്യത്തിന്റെ പകുതി പോലും തരാൻ, നിനക്ക് വേണ്ടി തരാൻ ഞാൻ തയ്യാറാണ്. ഹാമാനാകട്ടെ എസ്തേറിന്റെ വിരുന്ന് സൽക്കാരത്തിന് ക്ഷണിക്കപ്പെട്ടതിൽ സന്തോഷവാനായി തിരികെ ആഹ്ലാദചിത്തനായി വീട്ടിലേക്ക് പോയി. എന്നാൽ രാജാവിന്റെ പടിവാതിക്കൽ ഇരിക്കുന്ന മർദോക്കായിയെ കണ്ടപ്പോൾ അവന്റെ അരിശവും ദേഷ്യവും എല്ലാം ഒന്നുകൂടെ വർദ്ധിച്ചു. വീട്ടിൽ ചെന്ന് ഹാമാൻ തന്റെ സ്നേഹിതരോടും ഭാര്യയോടുമെല്ലാം രാജസന്നിധിയിൽ തനിക്കുള്ള ഉന്നത സ്ഥാനത്തെക്കുറിച്ച്, തനിക്ക് രാജാവ് നൽകുന്ന ബഹുമാനത്തെക്കുറിച്ച്, ആദരവിനെ കുറിച്ച് എല്ലാം അവരോട് വാദോരാതെ സംസാരിച്ചു. അതിനിടെ ഹാമാൻ ഇങ്ങനെ പറഞ്ഞു: എന്നാൽ ഇത്രയും വലിയ സന്തോഷവും ആദരവും എല്ലാം ഉണ്ടെങ്കിലും പടിവാതിക്കൽ ഇരിക്കുന്ന മർദോക്കായിയെ കാണുമ്പോൾ എന്റെ സന്തോഷമെല്ലാം കുറഞ്ഞു പോകുന്നതായിട്ട് ഹാമാൻ അവരോട് വിവരിച്ചു. ഇത് കേട്ട ഹാമാന്റെ സ്നേഹിതരും ഭാര്യയും ഹാമാനോട് പറഞ്ഞു: മർദോക്കായിയെ കൊല്ലുവാനായിട്ട് രാജാവിനോട് ആവശ്യപ്പെടുക. ഈ ഉപദേശം ഹാമാന് സ്വീകാര്യമായി. 50 മുഴം ഉയരമുള്ള ഒരു കഴുമരം ഹാമാൻ വീട്ടിൽ ഉണ്ടാക്കി മർദോക്കായിയെ തൂക്കിക്കൊല്ലുവാനായിട്ട്. 2-ാം ദിവസവും എസ്തേർ രാജ്ഞിയും തന്റെ വിരുന്നിന് ഹാമാനെയും രാജാവിനെയും ക്ഷണിച്ചു. ഹാമാൻ അതീവ സന്തുഷ്ടനായി വിരുന്നിൽ പങ്കെടുത്തു. വിരുന്നിനിടയ്ക്ക് രാജാവ് എസ്തേർ രാജ്ഞിയോട് വീണ്ടും ചോദിച്ചു: എന്താണ് നിന്റെ ആവശ്യം? ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടത്? രാജ്ഞി എണീറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു: എന്നെയും എന്റെ വംശത്തെയും സമൂലം നശിപ്പിക്കുവാനായിട്ട് അങ്ങ് പുറപ്പെടുവിച്ചിരിക്കുന്ന രാജവിളംബരം അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ആ അപേക്ഷ അങ്ങ് തള്ളിക്കളയണമെന്ന് എസ്തേർ രാജാവിന്റെ മുമ്പിൽ അപേക്ഷിച്ചു.
രാജാവ് ഇത് കേട്ട് കുപിതനായിട്ട് ചോദിച്ചു, ആരാണ് ഇങ്ങനെ ഒരു കൽപ്പന പുറപ്പെടുവിച്ചത് എന്ന്. എസ്തേർ പറഞ്ഞു, ദുഷ്ടനായ ഹാമാനാണ് ഇങ്ങനെ ഒരു കൽപ്പന രാജാവിന് വേണ്ടി പുറപ്പെടുവിച്ചത് എന്ന്. ഇത് കേട്ട രാജാവ് ഹാമാനെ വധിക്കുവാനായിട്ട് രാജസേവകന്മാർക്ക് നിർദ്ദേശം നൽകി. മൊർദെഖായിയെ തൂക്കിക്കൊല്ലുവാനുണ്ടാക്കിയ 50 മുഴം ഉയരമുള്ള ആ കഴുമരത്തിൽ ഹാമാനെ രാജസേവകന്മാർ തൂക്കിക്കൊന്നു. ഹാമാന്റെ ഭവനം എസ്തേർ രാജ്ഞിക്ക് രാജാവ് കൊടുത്തു. മൊർദെഖായിയെ ഉന്നത സ്ഥാനങ്ങൾ നൽകി, കൂടുതൽ അധികാരങ്ങൾ നൽകി രാജാവ് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെ യഹൂദരുടെ സമൂല നാശത്തിനു വേണ്ടി തയ്യാറായിരുന്ന 12-ാം മാസമായ ആദാർ മാസം 13-ാം തീയതി അവരുടെ ശത്രുക്കളുടെ മേൽ അവർ വിജയം ആഘോഷിക്കുന്ന ദിവസമായി മാറി. രാജാവിന്റെ പ്രവിശ്യയിലെ എല്ലാ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സേനാധിപന്മാരും യഹൂദരെ സഹായിച്ചു. ആരും അവരെ തടഞ്ഞില്ല. കാരണം മൊർദെഖായിയെ അവർ ഭയപ്പെട്ടിരുന്നു. മൊർദെഖായി കൂടുതൽ കൂടുതൽ കരുത്തനും പ്രബലനുമായി മാറി. മൊർദെഖായിയുടെ കീർത്തി രാജ്യത്ത് എല്ലായിടത്തും വ്യാപിച്ചു. ആദാർ മാസം 14-ാം തീയതി യഹൂദർ വിജയത്തിന്റെയും വിശ്രമത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ഉത്സവം ആയി കൊണ്ടാടി. മൊർദെഖായി ഈ ദിവസം പുരീം തിരുനാളായി ആഘോഷിക്കുവാൻ എല്ലാ യഹൂദരോടും ആവശ്യപ്പെട്ടു. അങ്ങനെ എല്ലാ യഹൂദരും എല്ലാ വർഷവും 12-ാം മാസമായ ആദാർ മാസം 14-ാം തീയതി പുരീം തിരുനാൾ രാജ്യമാകെ ആഘോഷിക്കുവാൻ ആരംഭിച്ചു. എങ്ങനെയാണ് എസ്തേർ യഹൂദരെ സമൂല നാശത്തിൽ നിന്ന് രക്ഷിച്ചത്? പ്രാർത്ഥനയിലൂടെ, ഉപവാസത്തിലൂടെ, തന്റെയും ജനങ്ങളുടെയും പാവങ്ങൾക്ക് പരിഹാരം ചെയ്തുകൊണ്ടാണ് എസ്തേർ രാജാവിന്റെ പ്രീതി നേടിയത്. നദിയായി മാറിയ ഒരു കൊച്ചരുവി, അതാണ് എസ്തേർ. പശ്ചാത്തപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിച്ചു വരുന്ന തന്റെ ജനത്തെ ദൈവം ചില കൊച്ചരുവികളെ നദികളാക്കി മാറ്റിക്കൊണ്ട് അവരെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നതായിട്ടാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത്. രാജാവിന്റെ പ്രീതി ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നിന്നപ്പോൾ, ദൈവം രാജ്യത്തിന്റെ നിയമങ്ങൾ ഭരണാധികാരികളുടെ മനസ്സും മാറ്റാൻ കഴിവുള്ള ഒന്നാണ് ഉപവാസവും പ്രാർത്ഥനയും എന്ന് എസ്തേർ നമ്മെ പഠിപ്പിക്കുന്നു. ഉപവാസത്തിലൂടെ, പ്രാർത്ഥനയിലൂടെ തങ്ങളുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തപ്പോൾ ദൈവം അവരിൽ സംപ്രീതനായി. അങ്ങനെ ദൈവം രാജാവിന്റെ മനസ്സിനെ മാറ്റി തന്റെ ഇഷ്ടമനുസരിച്ച് തന്നോട് ചേർന്ന് നിൽക്കുന്ന തന്റെ ജനത്തിന്റെ നന്മയ്ക്കായി ദൈവം നിയമങ്ങൾ, ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ മാറ്റുന്നു. ഭരണാധികാരികളുടെ മനസ്സിനെ മാറ്റുന്നു. 2 മക്കബായർ 8:18 വചനം ഇങ്ങനെ പറയുന്നു, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനത്താൽ തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ രാജ്യത്തിന്റെ നിയമങ്ങൾ തന്റെ സ്നേഹിക്കുന്നവരുടെ നന്മയ്ക്കാക്കി ദൈവം മാറ്റുന്നു. സുഭാഷിതങ്ങൾ 16:7 ഇങ്ങനെ വചനം പറയുന്നു, ഒരുവന്റെ വഴികൾ കർത്താവിന് പ്രീതികരമായിരിക്കുമ്പോൾ ശത്രുക്കൾ പോലും അവനോട് ഇണങ്ങിക്കഴിയുന്നു. ദൈവത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.